ശോഭ എന്തിനാ കരഞ്ഞത്? എന്നെ അമ്മ വഴക്ക് പറഞ്ഞത് ഞാൻ മനസ്സമാനം തരാത്തോണ്ടാണത്ര ദിനേശ് ചേട്ടൻ കുടി തുടങ്ങിയത്. അമ്മ അങ്ങനെ കരുതിയതിൽ തെറ്റില്ലല്ലോ. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആള്. ശോഭയല്ലേ പറഞ്ഞത് കെന്നഡി കുടിച്ചിരുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ കുടിച്ചിരുന്നു എന്നൊക്കെ? കുടിക്കുന്നവര് കുടിക്കട്ടെ, ഇല്ലാത്ത ശീലം ഉണ്ടാക്കേണ്ട കാര്യം ദിനേശ് ചേട്ടനുണ്ടോ? പുരുഷത്വത്തിന്റെ. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. ചായ ഇപ്പൊ വേണ്ട. ചായയല്ല, അവനൊരു ഗ്ലാസ് നിറച്ച് കള്ളു കൊണ്ട് കൊടുക്കടി, കുടിക്കട്ടെ. ഇതാരാ ഇത്? തങ്കമണി, പ്രകാശം വന്നു. നീ എന്താ ഇത്ര പെട്ടെന്ന് വരുന്ന? വിവരത്തിന്റെ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ. പെട്ടെന്ന് വരാനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടി പോന്നു. ആ, എവിടെ എവിടുത്തെ പുതുമുഖം? ആഹാ, ഇതാണോ ന്യൂ ഫേസ്? എന്റെ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോയല്ലോ. എന്ത് കണക്കൂട്ടൽ? ചേട്ടത്തെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ച അല്പം കൂടുതലാ. നീ എന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയത്? പ്രകാശനൊരു കത്തെഴുതണമെന്ന് കരുതിയിരുന്നതാ. എന്നിട്ടെന്താ ഇല്ലെന്റെ വീട്ടില്? അല്ല, ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് പോനെ? ധാരാളം. എന്ന് വെച്ചാ തോക്കിനകത്ത് കയറാമേ. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ. ആദ്യം കുറച്ച് വെള്ളം ചൂടായിത്താ. ഭയങ്കര യാത്രാക്ഷീണം. ആ, ചേട്ടൻ പ്രസ് പോയി കാണൂല്ലേ? പ്രസ്സിലാണോ കള്ളുഷാപ്പിലാണോ എന്ന് ആർക്കറിയാം. സാറേ, സാറിന് തലവേദന ഒന്നുമില്ലല്ലോ? തലവേദന? അല്ല, ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ ശരി ആയിക്കോളും. സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിശ്വാസവഞ്ചന കാണിക്കരുത്. നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ റെസ്പെക്ട് കളയരുത്. മനസ്സിലായില്ല. നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ. ഏയ്, ഞാൻ പറഞ്ഞതല്ല. ബാറിൽ വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ? കൈ കഴുകാൻ വെള്ളം വെച്ച സിമെന്റ് തൊട്ടില് താൻ മൂത്രം ഒഴിച്ചത് ആ ഏരിയ മുൻപാട്ടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ദിവസേന കുടിക്കുന്ന ഒരു ശീലാക്കിയാ മതി. ആളുകളുടെ വായ താനടയും. ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി, ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാ, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. ഭയങ്കര എക്സ്പ്ലോയിറ്റേഷൻ ആണെന്നേ. ഓവർ ടൈം ചെയ്ത വേജസ് പെൻഡിങ്ങിൽ വെക്കും. സൂപ്പർവൈസർമാര് ഒരു സേർട്ട് വലിക്കാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് സംഗതി സഹിക്കാൻ വേദായപ്പോ ഞാൻ ഒരു സെംഡിയുടെ മുറി കയറി ചെന്നു. ഏയ്യാ, ഉനക്ക് വെക്കമല്ലയാ, വേജസ് കറക്റ്റാ കൊടുക്കലെന്ന മോന്ത അടിച്ച് പരത്തുവൻ എന്ന് പറഞ്ഞു. ജോലി തന്ന ആളിനോട് അങ്ങനെ തന്നെ പറയണം. നീ പോടി, ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ. നീ എപ്പോൾ വന്നു? ഉച്ചയ്ക്ക്. നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണ് നിന്റെ മടക്കയാത്ര? നീ നിന്റെ ചേട്ടത്തി അമ്മയെ പരിചയപ്പെട്ടില്ലേ? നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ശോഭേ, ഇന്ന് കുടിച്ചിട്ടില്ലേ? നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? എന്തു പറയാൻ? അവനോട് ഇത്ര ഗൗരവം കാണിച്ച എന്തിനാ? എന്നെ അവന് ഭയങ്കര പേടിയാണ്. എന്റെ നിഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും. ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ്. കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത്. ഒരു വെയിറ്റും അവന്റെ അടുത്ത് നടപ്പില്ല. എന്തൊക്കെ തമാശകളാവൻ പൊട്ടിക്കുന്നത്. ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു. ഓഹോ, തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എൻ്റെ അടുത്ത് പഠിച്ചത് തന്നെ. ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ? അത് കൊള്ളാം. തമാശ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടോ?